റിനു ഒരു നിമിഷം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം തുടരുന്നു. അതിനിടെ കോട്ടയത്ത് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചും വലിയ സംഘർഷത്തിൽ കലാശിച്ചിരിക്കുകയാണ്. അവര് പ്രവർത്തകർ ആ ബാരിക്കേഡ് മറിച്ചിട്ട് അപ്പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട്. മന്ത്രി വി എൻ വാസവനെതിരെയാണ് അവിടെ പ്രതിഷേധം നടക്കുന്നത്. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകും കോട്ടയത്ത് നിന്ന്. ടോബി, അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ ബാരിക്കേഡ് മറിച്ചിട്ടോ പ്രവർത്തകർ? അവരെ നിയന്ത്രിക്കാൻ പോലീസിന് ഈ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടില്ല അല്ലേ? വിജയകുമാർ, തീർച്ചയായിട്ടും നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല. ഒരു പരിധി വരെ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഏകദേശം 10 മിനിറ്റ് ആയിരിക്കുന്നു ആ ജലപീരങ്കി കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ കുറച്ച് പ്രവർത്തകർ മാത്രമേ ഉള്ളൂ, എങ്കിലും അവർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. ആ ബാരിക്കേഡ് മറിച്ചിടാൻ വേണ്ടിയുള്ള ശ്രമം തുടരുകയാണ്. അല്പസമയം മുമ്പാണ് ജില്ലാ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആ മാർച്ച് ആരംഭിച്ച് ഇവിടേക്ക് വന്നത്. മന്ത്രിയുടെ ഓഫീസിന് ഏകദേശം 1/2 കിലോമീറ്റർ ഇപ്പുറത്ത് വെച്ച് തന്നെ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് ഈ പ്രകടനം തടഞ്ഞു. തുടർന്ന് നേതാക്കൾ പ്രസംഗിച്ചു. അതിനുശേഷമാണ് പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം ആരംഭിച്ചത്. ഇപ്പോൾ നമുക്ക് കാണാം ആ ബാരിക്കേഡ് ഒരു വശത്തേക്ക് ചെരിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും പ്രവർത്തകർ അവിടെ നിന്ന് പോകാൻ തയ്യാറായിട്ടില്ല. ജലപീരങ്കിയിലെ വെള്ളം തീരുന്നവരെ അവിടെ നിൽക്കാനുള്ള ഒരു ഉദ്ദേശമാണ്, ഒരു തീരുമാനമാണ് പ്രവർത്തകർക്കുള്ളത്. ഒരു വശത്ത് പ്രവർത്തകരെ പിടിച്ചു മാറ്റാനുള്ള നടപടികൾ കൂടി നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിന് നേരെ കല്ലേറും കൂടി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. വളരെ കുറച്ച് പ്രവർത്തകർ മാത്രമേ ഉള്ളൂ. ജില്ലാ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണെങ്കിൽ പോലും കൂടുതൽ പ്രവർത്തകർ എത്തിയിരുന്നില്ല. പക്ഷേ ഉള്ള പ്രവർത്തകർ ശക്തമായി ആ ബാരിക്കേഡ് മറിച്ചിട്ട് അപ്പുറത്തേക്ക് പോകാനുള്ള ശ്രമമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.